അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹബഹുമാനമുള്ള TTQ തദ്രീബ് തജ്വീദുൽ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെയും ഇരുത്തത്തെയൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. السلام عليكم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓക്കെ, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا അവിടെ ഇല്ലേ മുസ്ലിമത്തൻ എന്ന് പറഞ്ഞിട്ട് അവിടെ മണിക്കണ്ട. ലാമിന് ശേഷം മുസ്ലിമത്തല്ല തല്ല തല്ല مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഓക്കെ ഓക്കെ. ഇതാണ് നിങ്ങൾ തഹജ്ജ് ചെയ്യേണ്ടത്. وفتحة وحمزة وصل تسكت وصل نبدأ بها جيم ساكنة مقلقلة. ഓക്കെ, നബുദഉ ബിഹ ഡാഷ്, അവിടെ അത് ഫുള്ളായിട്ടില്ല. നബുദഉ എന്തിലാണ് തുടങ്ങുക? ഓക്കെ, അത് അപ്പൊ വാവും ഇജ്അൽനാവും സെപ്പറേറ്റ് ആയിട്ട് പറയണം. വാ പറഞ്ഞിട്ട് വാ അവിടെ നിന്നോട്ടെ, പിന്നെ ഇജ്അൽന പറഞ്ഞിട്ട് വാനെ ചേർത്താൽ മതി. വാ ഫത്ഹ വ تسقط إي جيم ساكنة مقلقلة إج. ഓക്കെ, عين فتحة ع لام عين فتحة أ عج ع لام سكون اجعل نون فتحة ألف مد طبيعي حركتان اجعلنا وجعلنا. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഓക്കെ ഓക്കെ. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل. കമാ സുഇല كما ഒരു ഐ. سئل موسى من قبل. ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. ഓക്കെ, ബാറക്കല്ലാഹ്. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس. മിൻ ദൂനി നാസി എന്നാണോ മിൻ ദൂനി എന്നാണോ? നിങ്ങള് മിൻ ദൂനി ഇൽഹാറിലേക്ക് പോയി ഒന്ന നൽകിയില്ല. من دون الناس فتمنوا الموت إن كنتم صادقين. ഓക്കെ, അതാ ആ മഞ്ഞ കാണുന്ന ഭാഗം മാത്രം ഒന്ന് ചെയ്യൂ. الموت همزة وصل تسكت وصلا نبدأ بها لام قمرية ميم فتحة ما الماء وسكون الموت تا فتحة تا الموت. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഓക്കെ ഓക്കെ ബാറക്കല്ലാഫി. ഓക്കെ, ഇന്ന് നമ്മൾ പിന്നെ പോകുന്നത് മീമു സാക്കിനെയാണ്. അതായത് സുക്കൂനുള്ള മീമ്. ഇപ്പോൾ സുക്കൂനുള്ള മീമ് ഹെഡിങ് നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുക്കാം. മീമു സാക്കിന, സുക്കൂനുള്ള മീമ്, വേറെ ഒന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. സുക്കൂനുള്ള മീമാണ് പഠിക്കാൻ പോകുന്നത്. സുക്കൂനുള്ള മീമിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതിന് കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് സുക്കൂനുള്ള മീമ് വരുമ്പോൾ പിന്നീട് വരുന്ന ഹർഫിന്റെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് നിയമങ്ങളുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. സുക്കൂനുള്ള മീമിന് ശേഷം ഇത്രയും നിയമങ്ങളാണ് പാലിക്കേണ്ടത്. ഒന്ന് ഇഖ്ഫ എന്നാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഗോപ്യമാക്കുക, മറച്ചു വെക്കുക, ഗോപ്യമാക്കുക, മറച്ചു വെക്കുക, ഒക്കെ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. പിന്നെ വരുന്നത് ഇദ്ഗാമാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക. അപ്പൊ എന്താന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. മൂന്നാമത്തത് ഇൽഹാറാണ്, വ്യക്തമാക്കൽ. മീമു സാക്കിന, അതായത് സുക്കൂനുള്ള മീമിന് ശേഷം വരുന്ന ഹർഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 3 കാര്യങ്ങൾ നടക്കുന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം ഏത് ഹർഫാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ഒന്നെങ്കിൽ മറച്ചു വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ലയിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പാരായണം ചെയ്യേണ്ടി വരും. ആരെ വ്യക്തമാക്കേണ്ടി വരും? മീമിനെ. ആരെ ഗോപ്യമാക്കേണ്ടി വരും? മീമിനെ. ആരെ ലയിപ്പിക്കേണ്ടി വരും? മീമിനെ, സുക്കൂനുള്ള മീമിനെ. മനസ്സിലായല്ലോ? സുക്കൂനുള്ള മീമിന് ശേഷം ഇനി നമ്മൾ ഓരോന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും. ഓരോ പിന്നെ അത് മറച്ചു വെക്കലും ലയിപ്പിക്കലും വ്യക്തമാക്കലും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏതാണ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. സുക്കൂനുള്ള മീമു സാക്കിന. മീമു സാക്കിന ഇഖ്ഫ സംഭവിക്കുന്നത് എപ്പോഴാന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അതായത് സുക്കൂനുള്ള മീമിനെ മറച്ചു വെച്ചിട്ട് ഗോപ്യമാക്കിക്കൊണ്ട് പാരായണം ചെയ്യേണ്ടത് എപ്പോൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മറച്ചു വെക്കുക, ഗോപ്യമാക്കുക, മറച്ചു വെക്കുക സുക്കൂനുള്ള മീമിനെ. ഹർഫ് ബാ, അതായത് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ, അത് ഫത്ഹോ കെസ്റോ ദമ്മോ ഏതായിക്കോട്ടെ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ, ഹർഫ് ബാ വന്നു കഴിഞ്ഞാൽ സുക്കൂനുള്ള മീമിനെ ബായിലേക്ക് മറച്ചു വെച്ചുകൊണ്ട് മണിച്ച് പാരായണം ചെയ്യണം. മനസ്സിലായില്ലേ? അതായത് സുക്കൂനുള്ള മീമിനെ മറച്ചു വെക്കണം. അപ്പൊ മറച്ചു വെക്കണം എന്ന് പറയുമ്പോൾ എന്താക്കാൻ പാടില്ല? മീമിനെ വെളിവാക്കാൻ പാടില്ല. അതിനെ മറച്ചു വെച്ചിട്ട് ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. നമുക്കൊരു ഉദാഹരണം നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ തഹജിയാണ് ഈ കാണുന്നത്. മീമ് സാക്കിന മുഖ്ഫ, മറച്ചു വെക്കുക. ഐന്ദ ബായിൽ മഫ്തൂഹ മക്സൂറ മദ്മൂമ, ഫഥായോ കെസ്റയോ ദൊമ്മയോ എന്നാണ്. ബി ഉന്ന ഹർക്കത്തൈൻ, 2 ഹർക്കത്ത് ഉന്ന ചെയ്തുകൊണ്ട്. ഓക്കെ. മീമു സാക്കിന മുഖ്ഫ, ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഗോപ്യമാക്കുക, മറച്ചു വെക്കൽ എന്നൊക്കെയാണ് പറയുക. മറച്ചു വെക്കുക. ഐന്ദ എന്ന് പറഞ്ഞാൽ അരികെ എന്നാണ് അല്ലേ? ബായിനരികിൽ മീമിനെ മറച്ചു വെച്ചുകൊണ്ട് ഉന്നയോടുകൂടി പാരായണം ചെയ്യണം. ആയത്ത് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ആദ്യം ഒരാൾ പാരായണം ചെയ്യാം. ഞാൻ പാരായണം ചെയ്യാൻ ഒരാളെ വിളിക്കുക. ഇതിൽ വന്ന് പാരായണം ചെയ്യാത്ത ആരെങ്കിലും ഒരാളെ ഞാൻ വിളിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാ? മെഹറുനിസത്താത്ത ഈ ആയത്തൊന്ന് പാരായണം ചെയ്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും തർമീഹിം മീമ്. അവിടെ സുക്കൂന് കാണുന്നില്ല അല്ലെ?
അതിനാണ് അതിന്റെ അലാമത്ത് എന്ന് പറഞ്ഞു. മറുനിസത്താത്ത മൈക്ക് അതനുസരിച്ചാണ് ഓഫ് ഞങ്ങൾ ആക്കി. ഓതല്. ഇപ്പോഴാണ് ആ, ബി ഓക്കെ. ബി ഉള്ളതുകൊണ്ടാണ് ബാ ഉള്ളതുകൊണ്ടാണെന്ന് അറിയണത് ഇപ്പോഴാണ്. അതെ അതെ അതെ. അപ്പോ പിന്നെ മീമിന് സുക്കൂന് വരൂല. അപ്പൊ മീമിന് അതൊരു സിമ്പിളാണ്. മീമിന് സുക്കൂൻ ഇല്ലെങ്കിൽ അവിടെ ഒരു ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? മറിച്ച് മണിച്ച് പാരായണം ചെയ്യണം. ബ ആയതുകൊണ്ട് മറിച്ച് മണിച്ച് പാരായണം ചെയ്യണം. വേറെ ഹർഫ് വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും. അപ്പൊ ഇവിടെ മീമിനെ നമ്മൾ മറച്ചു വെക്കുക എന്ന് പറയുന്ന സമയത്ത് ഇൽഹാർ തർമീഹിം എന്നാക്കാൻ പാടില്ല. തർമീഹിന്നാക്കാൻ പാടില്ല. പകരം തർമീഹിം മണിക്കണം. തർമീഹിം കഴിഞ്ഞിട്ട് തർമീഹിം ബി ഹിജാറത്തിൻ എന്ന് പറഞ്ഞ് ഓതാൻ പാടില്ല. തർമീഹിം ബി ഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഒന്നും കൂടി ഓതി നോക്കി. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഇവിടെ വേറൊന്നും കൂടി നമുക്ക് പാരായണം ചെയ്യുമ്പോൾ വന്നു പോകുന്ന ഒരു മിസ്റ്റേക്കാണ്. ഈ പിന്നെ തർമീഹിം ബി എന്നുള്ളതിന് ശബ്ദമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തർമീഹിം ബി എന്ന് കട്ടി കൂട്ടണ്ട. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ കേട്ടോ. അത് പഠിച്ചിട്ടില്ല, അത് പഠിക്കാനുള്ളതാണ്. ഇനി ഞാൻ അതിന്റെ തഹജും കൂടി ഒന്ന് പറഞ്ഞു തരാം. നോക്കട്ടെ. അടുത്ത ആളെ വിളിക്കുക. റജുലത്താത്ത എടുക്കൂ. മറുനിസത്ത മൈക്ക് ഓഫ് ആക്കിയോളൂ. റജുലത്താത്ത ഇതൊന്ന് പാരായണം ചെയ്യൂ. ഒന്നും കൂടി. ഓക്കെ ശരിയായിട്ട് ഓതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഇവിടെ നോക്കൂ, ഇതാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള തെഹജി. അതായത് മീം സാക്കിന മുതലിട്ടോ. മീം സാക്കിന മുഖ്ഫ മീമു സാക്കിന. സുക്കൂനുള്ള മീമ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുക്കൂനുള്ള മീമിനെ ഇഖ്ഫ ചെയ്തിട്ട് മറിച്ചു വെച്ചു. ഇൻദൽ ബാഇന്റെ അരികെ. ഇൻദൽ ബാ എന്ന് പറഞ്ഞാൽ ബാഗിന്റെ അരികെ മീമിനെ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പം മീമ് കുറച്ച് കേൾക്കണം. മറിച്ച് വെച്ചിട്ടേ ഉള്ളൂ. പൂർണ്ണമായിട്ട് എന്താക്കിയിട്ടില്ല, ഇതാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ മറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം കൂടിയാണ് ഞാൻ പറഞ്ഞു. മീം സാക്കിന മുഖ്ഫ ഇൻദൽ ബാഇൽ. ബാ എന്ത് ബാ ആണ്? മക്സൂറത്താണ്. അതായത് കസ്ര നൽകപ്പെട്ട ബാഇന്റെ അരികെ മീമിനെ മറച്ച് വെച്ചുകൊണ്ട് ബിഗുന്ന ഹർക്കത്തൈൻ, 2 ഹർക്കത്ത് ഗുന്നയോട് കൂടി പാരായണം ചെയ്യണം. അതാണ് മീം സാക്കിന മുഖ്ഫ ഇൻദൽ ബാഇൽ മക്സൂറ ബിഗുന്ന ഹർക്കത്തൈൻ. ഹും ബി എന്ന് ശബ്ദ കൊടുക്കാണ്ട് വമാ ഹും ബിഖാരിജീന മിനൻ നാർ. റെഡി ആയോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഫത്തഹാണെങ്കിൽ എങ്ങനെയാ പറയാ? മഫ്തൂഹ, മക്സൂറ, മദ്മൂമ. ദമ്മ മദ്മൂമ. ഫത്ഹ നൽകപ്പെട്ടത് എന്നുള്ളതാണ്. ഓക്കെ. ഇത് തഹജിൽ ഇവിടെ ഇങ്ങനെ കുത്തു കൊടുത്തത് അതാണ്. അവിടെ ബാഇന്റെ ഹാല് മാറും. ഫത്തഹ കസ്റ ദമ്മ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചാണ് അവിടെ ഡാഷ് കൊടുത്തത്. അതാണ് ബാ ഫത്ഹ ആണെങ്കിൽ എന്താ മഫ്തൂഹ, മക്സൂറ, കസ്റാണ് മക്സൂറ, ദമ്മാണ് മദ്മൂമ എന്ന് പറയും. അത് മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ. ഓക്കെ. ഇനി നോക്കുക, ഇവിടെയും ഒരു പിന്നെ ഇതുണ്ട്. ഞാൻ ഇതുവരെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. സുക്കൂനുള്ള മീമിന് ശേഷം ബ എന്ന ഹർഫാണ് വരുന്നതെങ്കിൽ സുക്കൂനുള്ള മീമിനെ നമ്മൾ എന്ത് ചെയ്യണം? ബാഇന്റെ അരികിൽ ഐന്ദ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. ഇനി ഇങ്ങനെ ഈ ടേംസ് മറന്നു പോകരുത്. മീം സാക്കിന മുഖ്ഫ ഇൻദൽ. ഇനി നമുക്കിത് നൂനു സാക്കിനയിൽ ഇതന്നെ നമുക്ക് പറയാനുണ്ട്. നൂനു സാക്കിനക്ക് ലേശം വ്യത്യാസം ഉണ്ടാവും. ഇതെന്നാണ്? ഐന്ദാണ്. പക്ഷെ മാറും, അക്ഷരങ്ങൾ മാറും. ഇവിടെ മീമു സാക്കിനക്ക് ഇഖ്ഫാ സംഭവിക്കുന്നത് ബായിൽ മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. ബാ മാത്രം, ഒരു ഹർഫ് മാത്രമേ ഉള്ളൂ.
എന്തോ സംശയം ഉണ്ടെ ചോദിച്ചോളൂ. ഇത് വാജിബാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അങ്ങനെ ഒന്നുമില്ല. ഇത് വാജിബ് ജായിസ് അത് നമ്മൾ മദ്ദിന്റെ ദീർഘത്തിനാണ് നിർബന്ധമായിട്ടും പിന്നെ നിർബന്ധമായിട്ടും നീട്ടേണ്ടത് എന്നുള്ള ലാസിമായിട്ടും വാജിബായിട്ടും പിന്നെ ജായിസായിട്ടും എന്നൊക്കെ പറയുന്നത് അതാണ്. ഇവിടെ നമ്മൾ ഉന്ന ഹർക്കത്തേന്ന് രണ്ട്, അത് എന്തായാലും രണ്ട് ഉന്ന എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാണ്. ഉന്ന ഹർക്കത്തേൻ, രണ്ട് ഹർക്കത്ത് ഉന്ന ചെയ്തിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു സംശയം ചോദിക്കട്ടെ. ഈ മീമിന് അലാമത്ത് ഉണ്ടെങ്കിൽ, അതായത് മീമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലല്ലോ അവിടെ ചെയ്യാ, അവിടെ മണിക്കണ്ടല്ലോ. അത് നമ്മൾ അടുത്തത് വരും. ഓക്കെ. മക്സൂറത്ത് എന്നുള്ള ഒന്നും കൂടി പറഞ്ഞാല്. ഏത്? ഇന്ദൽ ബാ അൽ മക്സൂറത്ത്. ഇന്ദൽ ബാഇൽ മക്സൂറ, അൽ ബാഇൽ മക്സൂറ മഫ്തൂഹ മദ്മൂമ. അത് ബാഇന്റെ ഹാൽ എന്താണെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ബാഇന്റെ ഹാല് രണ്ടാമത്തെ ഹാലായ കെസ്റയാണ്. അപ്പൊ കെസ്റ മക്സൂറ. ഒരു സംശയം കൂടിയേ. അപ്പം ഖുറാനില് ഈ അവസ്ഥയിൽ മീമിന് ഹർക്കത്ത് കാണൂല എന്നൊരു റൂളും കൂടി ഇതിന് കൊടുക്കാൻ പറ്റുമോ? ഉണ്ട്. ഈ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നോടത്ത് നിങ്ങൾക്ക് സുക്കൂന് കാണാൻ പറ്റൂല. മീമിന് ശേഷം ബാ വന്നിക്കണോ ആ മീമിന്റെ സുക്കൂനുള്ള മീം കിട്ടോ, അല്ലാണ്ട് ഫത്തയും ഹർക്കത്തല്ല ഞാൻ പറഞ്ഞത്. സുക്കൂനുള്ള മീം ആണ് ശേഷം ബാ വന്നിട്ട് അവിടെ സുക്കൂന് നൽകപ്പെടൂല. രണ്ടാമത്തത് നോക്കാം നമുക്ക്. രണ്ടാമത്തത് ഇദ്ഗാം എന്നാണ് പറയാ. ഒന്നാമത്തേത് ഇഖ്ഫാ, രണ്ടാമത്തെ ഇദ്ഗാം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക, ഒന്നിലേക്ക് പ്രവേശിപ്പിക്കുക, ലയിപ്പിക്കുക എന്നുള്ളതാണ്. ഹർഫ് മീമാണ്. അതായത് ഒരു സുക്കൂനുള്ള മീമിന് ശേഷം തൊട്ടടുത്ത് തന്നെ അടുത്ത മീം വരികയാണെങ്കിൽ എന്താണ്, ആ മീമിനെ, ഈ സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് പ്രവേശിപ്പിക്കണം, ലയിപ്പിക്കണം. അതായത് ഈ മീം അടുത്ത മീമിലേക്ക് പൂർണ്ണമായിട്ട് ലയിപ്പിച്ച് കഴിഞ്ഞിട്ട് പാരായണം ചെയ്യണം. ഉദാഹരണം നമുക്ക് നോക്കിയാൽ വേഗം മനസ്സിലാവും. അതിന്റെ തെഹജ് ഇങ്ങനെയാണ് വരുന്നത്, നല്ല നോക്കിക്കോളൂ. മീമു സാക്കിന, മീം സാക്കിന മുദ്ഗമ, ഇദ്ഗാം എന്നുള്ളതിന്റെ മുദ്ഗമ ഫിൽ മീമിൽ മഫ്തൂഹ മക്സൂറ മദ്മൂമ. ഇദ്ഗാം അതായത് മുദ്ഗമ, ഇദ്ഗാം ചെയ്യാണ് ഫി മീമിലേക്ക്, സുക്കൂനുള്ള മീമിലേക്ക് തന്നെ ഇദ്ഗാം ചെയ്യാണ്. അത് ഫത്ഹ കസ്റ ലമ്മ ഏതുള്ളതിലാണ് വരും? ബിഗുന്ന ഹർക്കത്തേൻ, രണ്ട് ഹർക്കത്ത്. നമുക്ക് ഉദാഹരണം നോക്കാം, അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലായിക്കോളൂ. ഓക്കെ. ഫസ്റ്റത്തത് പിന്നെ സുൽഫിക്കർ സാഹിബ് എന്നെ പാരായണം ചെയ്തു. സുൽഫിക്കർ സാഹിബ് ആയിരുന്നു സംശയം ചോദിച്ചിരുന്നു. ഇതൊന്ന് നിങ്ങൾ പാരായണം ചെയ്തോളൂ. ألا يظن أولئك أنهم مبعوثون. ഓക്കെ. ഇവിടെ കണ്ടില്ലേ, സുക്കൂനുള്ള മീമാണ്, ശേഷം മീമ് വന്നു. അപ്പൊ അവിടെ ആ സുക്കൂനുള്ള മീമിന് എന്ത് നൽകിയിട്ടില്ല? സുക്കൂന് നൽകപ്പെട്ടിട്ടില്ല. കാരണം ആ മീം കൊടുത്തിട്ടില്ല. ആ മീമിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായിട്ട് ലയിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വേറൊന്നും കൂടി പറയാനുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. സുക്കൂനുള്ള അതായത് ഒരേ അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുകയാണെങ്കിൽ ഇദ്ഗാം മുത്തമാസിലൈൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിക്കാനുണ്ട്, നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ അത് പറഞ്ഞെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ട, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അത് ഇദ്ഗാമിന്റെ കുറെ എണ്ണം വേറെ പഠിക്കാനുണ്ട്. മുത്തമാസിലൈനും മുത്തജാനിസൈനും മുത്തഖാരിബൈനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 എണ്ണം വേറെ പഠിക്കാനുണ്ട്. അപ്പൊ അതിപ്പോ നമ്മൾ നോക്കണ്ട, ഒരേപോലുള്ള ഹർഫുകളാണ്. അപ്പോൾ ഇവിടെ മീമു സാക്കിന മുദ്ഗമ ഏതിലേക്കാണ്? ലേക്ക്, മീമിലേക്ക് തന്നെ. അപ്പോൾ നേരെ നമ്മൾ അന്നഹുമ്മ അതിലേക്കാണ് പോകുന്നത്. ഈ മീമിനെ പൂർണ്ണമായിട്ട് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ലയിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആയത്ത് ഇതൊന്ന് റഷീദ് സാഹിബ് പാരായണം ചെയ്ത് നോക്കൂ. ആയത്തില്ല, കുറച്ച് ഭാഗം. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും. ഇവിടെയും അത് തന്നെയാണ്. കണ്ടില്ലേ, അവിടെ ആ മീമ് സുക്കൂനുള്ള മീമിന് ശേഷം ഒരു മീമ് വന്നു, കസ്ര നൽകപ്പെട്ട മീമ് വന്നു. ഇവിടെ നിങ്ങൾക്ക് ഇദ്ഗാം ബി ഉന്നല്ലേ? ഇദ്ഗാം ബി ഉന്നയാണ്. നിങ്ങൾക്ക് വേറെ സംശയം എന്തോ തോന്നുന്നുണ്ടോ? ഇത് ഞാൻ ഇപ്പൊ തേജി പറയാണ്. തേജി ഇപ്പൊ അത് അങ്ങനെയാണ്. എന്താണ്? മീം സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ മക്സൂറ ബിഗുന്ന ഹർക്കതൈൻ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് സംശയം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം വരാൻ ചാൻസ്. രണ്ടാമത്തെ മീമിന് എല്ലാ അവസ്ഥയിലും ശബ്ദ വരുമോ? ശബ്ദ വരാൻ കാരണം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് ഇരട്ടിപ്പിക്കുന്നുണ്ടോ? ഇത്
ഇദ്ഗാം ചെയ്യാൻ തന്നെ ഈ മീമിനെ നമ്മൾ പൂർണ്ണമായിട്ട് അടുത്ത മീമിലേക്ക് എന്ത് ചെയ്യാണ്, ലയിപ്പിക്കണം. ലയിപ്പിക്കുകയാണ്. അപ്പൊ അതോടുകൂടി എന്തായി, തൊട്ടടുത്ത മീമിന് ഉന്നയും വന്നു, സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഈ മീമും കൂടി അടുത്ത മീമോട് കൂടി. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, എന്താണ് ഇതെന്താണ് മീം ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ കസ്ര എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് തോന്നാം. ആരും ചോദിച്ചിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിരുന്നു. ഇവിടുത്തെ കേസ് ഇങ്ങനെയാണ്. ഇവിടുത്തെ കേസ് എന്താന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് ബേസിക്കലി ഈ മീം എന്തല്ല, അതെ, അടുത്ത സുക്കൂനുള്ള മീം തൊട്ട മുമ്പ് വന്നതുകൊണ്ട് ആ മീമിനെ, സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത്, അതൊരു റൂളാണ്. അടുത്തടുത്ത് സുക്കൂനും ഹർക്കത്തും ഉള്ള ലെറ്റർ ഒരേ സ്ഥലത്ത് വരികയാണെങ്കിൽ, ഒരേ സ്ഥലത്ത് മീൻസ് ഒരു ഹർഫിന് സുക്കൂനും അടുത്ത ഹർഫിന് പിന്നെ ഫത്തയോ അല്ലെങ്കിൽ കസ്റയോ എന്താണെങ്കിൽ ആ ഹർഫിനെ മറ്റേലേക്ക് ഈ ചേർക്കും. അതായത് ഒരേ ഹർഫാണെങ്കിലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലുമൊക്കെ പോയിട്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനിലേക്ക് പോകും. അത് അവിടെ കട്ടെ, പിന്നെ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള മീമ് ശേഷം അടുത്ത മീമ് വന്നു, അപ്പോൾ ഇദ്ഗാമാണ് അവിടെ റൂള്. ഇപ്പൊ നമ്മൾ പഠിച്ച മീമു സാക്കിനന്റെ റൂൾസ് ഏതൊക്കെയായിരുന്നു എന്ന് പറയൂ ആരെങ്കിലും ഒരാള്, മൈക്ക് തുറന്നിട്ട്. മീം സാക്കിന 3 നിയമങ്ങൾ ഏതൊക്കെയാണ്? മീം സാക്കിന മുഖ്ഫ, നമ്മൾ പറഞ്ഞ മൂന്ന് നിയമങ്ങൾ, ഇഖ്ഫയും ഉണ്ടാവും, ഇദ്ഗാമും ഉണ്ടാവും, ഇദ്ഹാറും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് നിയമമാണ് വരുന്നത്? സുക്കൂനുള്ള മീമിന് ശേഷം ഇദ്ഗാമാണ്. ഇദ്ഗാം മീമു സാക്കിനയിൽ ഇദ്ഗാമിന്റെ ഹർഫ് ഏതാണ്? മീമു സാക്കിനയിൽ ഇഖ്ഫാന്റെ ഹർഫ് ഏതാണ്? ഓക്കെ. അപ്പോ ഇത് രണ്ടും ആയല്ലോ. ഇനി നമുക്ക് വേഗം മറ്റേതും കൂടി നോക്കാം. മീമു സാക്കിനക്ക് ശേഷം ഇൽഹാർ എപ്പോഴാണ് വ്യക്തമാക്കേണ്ടതെന്ന്. ഹുറൂഫുഹു ജമീഅ, അതായത് അൽ ഹുറൂഫു അദ അൽ ബാ വൽ മീം, ഒഴികെ ബാവും മീമും ഒഴികെയുള്ള മുഴുവൻ അക്ഷരങ്ങളും സുക്കൂനുള്ള മീമിന് ശേഷം ഏത് ഹർഫ് വന്നു കഴിഞ്ഞാലും എന്തായിരിക്കും, ആ മീം ഇൽഹാർ ചെയ്യണം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കും വേണം. ഇൽഹാർ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇദ്ഗാമിലേക്കോ ഇഖ്ഫായിലേക്കോ ഒന്നും ആയി പോകാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് അതിന്റെ ഈ തഹജ് ഇങ്ങനെ അറിയാം. മീം സാക്കിന മുൽഹറ കബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മുമ്പിലല്ലേ? അപ്പൊ അത് മീമു സാക്കിന മുൽഹറ, സുക്കൂനുള്ള മീമ് ഇൽഹാറാണ്. കബല, അതിന്റെ മുമ്പിൽ എന്ത് വന്നിട്ടുണ്ട്? ഡാഷ്, ഏതെങ്കിലും ഹർഫ്. പിന്നെ ബാവും മീമും അല്ലാത്ത ഏത് ഹർഫ് വന്നു കഴിഞ്ഞാലും എന്താണ്? ഇൽഹാറാണ്. വ്യക്തമാക്കിയിട്ട് അത് മീമിനെ അറിഞ്ഞിട്ട് ക്ലിയർ ആവണം. ചില സ്ഥലങ്ങളിൽ ചുണ്ട് പൂട്ടണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചുണ്ട് കൃത്യമായിട്ട് പൂട്ടണം എന്ന് പറഞ്ഞു. ഇതൊന്നും നിങ്ങൾ ആരാണ് ഒരാൾ പാരായണം ചെയ്യുന്നത്? ഒരാൾ പാരായണം ചെയ്തോളൂ, ഞാൻ പേര് വിളിക്കുന്നില്ല. حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. ഓക്കെ, മെഹറുനിസത്താത്ത, ഇതിൽ എത്ര മീമു സാക്കിന വന്നിട്ടുണ്ട്? എത്ര ഇൽഹാർ വന്നിട്ടുണ്ട്? എത്ര ഇഖ്ഫാ വന്നിട്ടുണ്ട്? എത്ര ഇദ്ഗാം വന്നിട്ടുണ്ട്? ഇൽഹാർ, ഇഖ്ഫാ, മസലുഹുന്നുള്ളടുത്ത് ഇൽഹാർ, പിന്നെ എവിടെയൊക്കെ വന്നു? ബിനൂരിഹിം എന്നുള്ളടത്തും ഇൽഹാർ തന്നെ. ഉള്ളടത്തും ഇൽഹാർ, അവിടെ എല്ലായിടത്തും ഇൽഹാറാണ് വന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മീമ് നിങ്ങൾ നോക്കൂ, സുക്കൂനുള്ള മീമ് വന്നോടത്ത് മീമ് വന്ന രണ്ട് സ്ഥലത്ത് 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. മസലുഹും ക, അതേപോലെ ബി നൂരിഹിം വ തറക്കഹും ഫി. അവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം മീമിന് സുക്കൂന് അലാമത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അവിടെ നമുക്ക് ഉറപ്പിക്കാം സുക്കൂന് അലാമത്ത് കൊടുത്തത് കൊണ്ട് അവിടെ ക്ലിയർ ആയിട്ട് മീമ് വ്യക്തമായിട്ട് തന്നെ ഉച്ചരിക്കണം. ബാവും മീമും വന്നിട്ടില്ല. മസലുഹും ബാവും മീമും വന്നിട്ടില്ല അവിടെ. ഇല്ല, മീമ് വന്നിട്ടില്ല, വേറെ ഹർഫുകളാണ്. അപ്പൊ അവിടെ അതെന്താണ് ഇൽഹാർ ചെയ്യണം. ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് തഹജി ചെയ്ത് നോക്കാൻ സിമ്പിൾ ആണ്. മീം സാക്കിന മുൽഹറ കബലൽ കാഫിൽ മഫ്തൂഹ മസലുഹും മസലുഹും ചിലർ ഓതുന്ന സമയത്ത് മസലുഹും മസലുഹും എന്ന് ഹുംക ആയി പോകരുത്. മസലുഹും مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിനൂരിഹിം വതറകഹും ഫീ ഹും ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചുണ്ട് ഇതാ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പിന്നെ ഈ ഖിറാഅത്തിന്റെ കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾ ചിലപ്പോൾ കാണാൻ പറ്റും. അവര് ഈ ഓതുന്ന ആളെ ഫേസ് കൃത്യമായിട്ട് എടുത്ത് സ്ക്രീനിൽ കാണിക്കും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓതുന്ന സമയത്തൊക്കെ മീമുസാക്കിനൊക്കെ ശരിക്കും ചുണ്ടിങ്ങനെ ഇങ്ങനെ ആവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചില സമയത്തൊക്കെ ഈ ഖിറാഅത്തിന്റെ മത്സരത്തിൽ ഹിഫ്ള് കോമ്പറ്റീഷനിലൊക്കെ നടക്കുമ്പോൾ അവര് ഈ പങ്കെടുക്കുന്ന ആളുടെ ഫേസ് കൃത്യമായിട്ട് സ്ക്രീനിൽ നോക്കുന്നത് കാണാൻ പറ്റും. അത് ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് കൃത്യമായിട്ട് അവിടെ അത് നിർബന്ധമാണ്. ചില വാക്കുകൾ ഇപ്പൊ വാവ് വരുന്ന സമയത്ത് വാവ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യില്ല. കാരണം വാവ് എന്ന് പറഞ്ഞ ചുണ്ടിന്റെ അക്ഷരം കൂടിയാണ്, മീമും ചുണ്ടിന്റെ അക്ഷരമാണ്. അപ്പൊ ഇത് ഒക്കെപ്പാടെ എന്തായി പോവും, പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ബിനൂരിഹിം ഹിം എന്നായിപ്പോ ബിനൂരിഹിം വതറകഹും ഫീ. അപ്പൊ അത് കൃത്യമായിട്ട് ചുണ്ട് പൂടണം. അപ്പൊ നമ്മൾ 3 നിയമങ്ങളാണ് ഇന്ന് പഠിച്ചത് മീമുസാക്കിനന്റെ. ഒന്നിന്റെ പേര് ഇഖ്ഫ ആണ്. മീമുസാക്കിന ഇഖ്ഫ സംഭവിക്കുന്നത് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ അവിടെ ഇഖ്ഫ സംഭവിക്കും. ഇഖ്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വെക്കുക അല്ലെങ്കിൽ ഗോപ്യമാക്കുക, സെയിം ഇതൊക്കെ ഒന്ന് തന്നെയാണ്. മറച്ച് മണിച്ച് പാരായണം ചെയ്യണം. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ മറിച്ച് മണിച്ച് പാരായണം ചെയ്യണം. അതിന് ഇഖ്ഫ എന്നാണ് പറയാം. രണ്ടാമത്തത് സുക്കൂനുള്ള മീമിന് ശേഷം മീമ് തന്നെ വരികയാണെങ്കിൽ ആ സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായിട്ട് ലയിപ്പിച്ച് മണിച്ച് പാരായണം ചെയ്യണം. അപ്പോൾ അവിടെ രണ്ടെണ്ണത്തിൽ ഉന്ന വേണം, പക്ഷേ ഇൽഹാറിൽ ഉന്നന്റെ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പിന്നെ ഞാൻ കൊടുത്തത് ആ എന്ന ഹർഫാണ്. ഇതിൽ നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റും മീമുസാക്കിന പല സ്ഥലത്തും വരാം. ഞാൻ ഇൽഹാറിൻ്റെത് മാത്രമേ ചോപ്പാക്കിയിട്ടുള്ളൂ, വേറെയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, വല അവിടെ ശേഷം ബാ. നിങ്ങൾ നോക്കൂ, ആ ബായിന് അടുത്ത ബായിലേക്ക് ഇദ്ഗാം ചെയ്തിട്ടാണ് എന്ത് വന്നത്, അടുത്ത ബായിന് ഷദ്ദ് വന്നത്. അത് ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരേ പിന്നെ ഹർഫ് സുക്കൂനുള്ള ഹർഫ് വന്നു, ശേഷം ഹർക്കത്തുള്ളതാണെങ്കിൽ ആ ഹർഫിനെ അടുത്ത ഹർഫിലേക്ക് എന്ത് ചെയ്യും, ലയിപ്പിക്കും, ഇദ്ഗാം ചെയ്യും. ഇദ്ഗാം മുത്തമാസിലൈൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അൽഹംദുലില്ലാ അത് കാണാൻ പറ്റി ഇവിടെ വന്നതുകൊണ്ട്. ഇതേപോലെ തന്നെയാണ് സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. അവിടെ ആ മീമിനെ അടുത്ത മീമിലേക്ക്, ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ സുക്കൂനുള്ള ബാഇന് എന്ത് കൊടുത്തിട്ടില്ല, സുക്കൂന് നൽകപ്പെട്ടില്ല. കാരണം എന്താണ്, അത് ഇദ്ഗാം ചെയ്യുന്നത് കൊണ്ടാണ്. ഇദ്ഗാം ചെയ്തിട്ടുണ്ട് അടുത്ത ബായിലേക്ക്. അപ്പോൾ അടുത്ത ബായിന് ഷദ്ദ് വന്നിട്ടുണ്ട്. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ. പിന്നെ അയുഹിബ്ബു അഹദുകും കും എന്ന് ചുണ്ട് കൃത്യമായിട്ട് പൂടണം. അയുഹിബ്ബു അഹദുകും അൻ തഅകുല ലഹ്മ അഖീ. അങ്ങനെ പോവാ. ഓക്കെ.
കുല. ഓക്കെ, അടുത്തതാരാണ് ഈ ആയത്ത് പാരായണം ചെയ്യുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي جعل لكم الأرض فراشا والسماء بناء. ബിനാ നിർത്തിയാൽ മതിയോ അവിടെ? بناء അല്ല, അങ്ങനെയാണോ അവിടെ? ബിനാ എന്നുള്ളടത്ത് നൂൻ ഫത്ഹ അലിഫ് മദ് ഹംസ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു വേറൊരു മദ്ദായില്ലേ? മദ് എന്ത് മദ്ദായിരുന്നു? മദ് ഇവളല്ലേ? മദ് ഇവള് ആ എന്നുള്ളടത്ത് ഇവളാണ്. പക്ഷെ നൂൻ ഫത്ഹ അലിഫ് മദ് ശേഷം തൻവീൻ ഉള്ള ഹംസ വന്നല്ലോ. അതെ. അപ്പൊ അത് എന്ത് മദ്ദാണ് വരിക അവിടെ? മദ് മുത്തസിൽ. മദ് മുത്തസിൽ ബിനാ എന്ന് പറഞ്ഞാൽ പോരല്ലോ. അതെ, ബിനാ. അതെ, ബിനാ. അതെ, മദ് മുത്തസിൽ വാജിബാണ്. മദ് മുത്തസിൽ വാജിബ്. ഓക്കെ. الذي جعل لكم الأرض فراشا والسماء بناء. اوكي. وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് റഷീദ് സാഹിബ് വിട്ടുപോയത്. ലിന്നാസി എന്നുള്ളിടത്ത് ലിന്നാസി ആയിപ്പോയി. ലിന്നാസി മണിക്കാൻ വിട്ടുപോയി. രണ്ടാമത്തത് ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ. എവിടെഞ്ഞു? لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا. അവിടെ ഇത് ആമുഖമല്ലേ? വേറെ എവിടോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ശ്വാസം കിട്ടാതായി ഒന്നിന്റെ സ്ഥലത്ത് വേറെ എവിടോ ഒന്ന് ഏതാന്ന് ഓർക്കുന്നില്ല. എവിടെ ഒന്ന് ഒരു സ്ഥലം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് ശ്രദ്ധിച്ചപ്പോ നാസിലേക്ക് ശ്രദ്ധിച്ചപ്പോ അത് മറന്നുപോയി. ചോദിച്ചോളൂ. സുക്കൂന് വരുമ്പോക്ക് അത് കൽക്കലയുടെ അക്ഷരല്ലോ. അപ്പം അധികം ഈ ഖുർആൻ എന്ന് പറയുന്നത് തെറ്റല്ലേ? ഖുർആൻ എന്ന് പറയാൻ പാടില്ല. ഹാദൽ ഖുർ എന്ന് വെക്കാണ്ടേ ഒരു ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പോണു. അപ്പോ ഇൽഹാറിന്റെ അക്ഷരങ്ങള് ഒന്നും പാടി പറയാന്ന് എഴുതിയിട്ടില്ല. ഇതുപോലെ പോയി അതിന്റെ അർത്ഥം സാർ, അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാമോ? മുഴുവൻ അക്ഷരങ്ങളും എന്നാണ്. അതില് അൽ ഹുറൂഫു അദ ഒഴികെ, ബാഉ മീമു ഒഴികെയുള്ള മുഴുവൻ ഹർഫുകൾ എന്നാണ് ഉദ്ദേശം. അതിന്റെ ഒരു ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ബാഉ മീമു ഒഴികെയുള്ള മുഴുവൻ അക്ഷരങ്ങളും എന്താണ്? ഇൽഹാറാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാഓ മീമോ അല്ലേ? ആ മീമ് എന്തായിരിക്കണം? മീമിനെ ഇൽഹാർ ചെയ്ത് ശരിക്കും ഇൽഹാർ ചെയ്തിട്ട് തന്നെ ഉച്ചരിക്കണം. അല്ല, ലയിപ്പിച്ച് മണിക്കുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ മണിക്കുമ്പോൾ മിക്കവാറും ഈ ഇൽഹാറിന്റെ കേസിൽ നമ്മള് മീമ് സാക്കിന് ഇദ്ഗാം ഇഖ്ഫാവ് ഓക്കെയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം വരിക സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിന് വരുന്ന ശേഷം വാവും ഫാവും വരുന്ന സമയത്ത് ചുണ്ട് പൂടുന്നില്ല. അത് വലിയ പ്രശ്നമാണ്. ഞാന് ഈ തജ്വീദിന്റെ ടീച്ചർമാര് പിന്നെ പറഞ്ഞു തരുമ്പോ മലയാളത്തിലാണ് പറഞ്ഞു തരാ.
ഓക്കെ ഓക്കെ. അല്ല ഞാനിത് ആണ് പറയാൻ അവിടെ കാരണം എന്താ നിയമം ഇന്ന പോലാണെന്ന് പറയും. ഞാൻ ഓതാനിരിക്കുന്ന സമയത്ത് ഇതേപോലെ പാരായണം ചെയ്യുന്ന സമയത്ത് ഈ വാവും ഫാവും വരുന്ന സമയത്ത് എന്തില്ല, ചുണ്ട് പൂടുന്നില്ല. അപ്പൊ അവിടെ വടിയെടുത്തിങ്ങിട്ട് പറഞ്ഞതാണ് എന്ത്, ചുണ്ട് ക്ലിയർ ആയിട്ട് പൂടണം, മറ്റേതിന്റെ മാതിരി അല്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതാണ്. അത് അതായത് അങ്ങനെ ഓതാൻ പാടില്ല എന്ന് കണിശമായിട്ട് വടിയെടുത്ത് പഠിപ്പിച്ചെന്നതാണ്. നമ്മൾ പണ്ടത്തെ ആ ലെവലിൽ ഓതിപ്പോവും. അപ്പോൾ ഉസ്താദ് പറയും അങ്ങനെ പറ്റൂല, അവിടെ വടിയെടുത്തെങ്കിട്ട് തന്നെ പറഞ്ഞു തന്നതാണ്. ഈ എല്ലാ ഹർഫിനും അങ്ങനെ പ്രശ്നമില്ല. വാവു ഫാവു ഒക്കെ ആണ്. സുക്കൂനുള്ള മീമിന് ശേഷം വാവു ഫാവു ഒക്കെ വന്നു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരിക. എല്ലാത്തിനും ഈ പ്രശ്നം വരൂല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഖുർആൻ ആയതുകൊണ്ടാണ് ഇത്ര നമ്മൾ ഓക്കെ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങളാണ് ഇത്. മീമിന്റെ നിയമങ്ങൾ 3 എണ്ണാണ്. പിന്നെ ഈ ഇഖ്ഫാ, ഇദ്ഗാം, ഇൽഹാർ 3 എണ്ണാണ്. ഇഖ്ഫാ സുക്കൂനുള്ള മീമിന് ശേഷം വരുന്ന ഹർഫ് ബ ആണെങ്കിൽ അത് ഇഖ്ഫാ ബിഗുന്ന ഹർക്കത്തൈനാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇദ്ഗാമാണ്. അതായത് ഈ സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായിട്ട് ലയിപ്പിച്ചിട്ട് മണിച്ച് പാരായണം ചെയ്യണം. അത് അതിൻ്റെ ഹർഫ് മീമാണ്. അത് പിന്നെ വരുന്നത് ഇൽഹാറാണ്. ഇൽഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാവും മീമും അല്ലാത്ത മുഴുവൻ ഹർഫുകളും, സുക്കൂനുള്ള മീമിന് ശേഷം മീമോ ബാവോ അല്ലാത്ത ഏത് ഹർഫ് വന്നാലും ഇൽഹാറോട് കൂടി പാരായണം ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, നമുക്ക് അതിൽ ക്ലിയർ ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൃത്യമായിട്ട് പഠിക്കാനും പഠിക്കുന്നത്, തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നത് നമുക്ക് പാരായണത്തിൽ കൊണ്ടുവരാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതേപോലെ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ. വല്ലാത്തൊരു ഇതാണ് മരണം എന്ന് പറഞ്ഞത്. ഈ 2 മരണവും ഇപ്പം 2-3 ദിവസമായിട്ട് വല്ലാത്തൊരു മനസ്സിനെ പ്രയാസപ്പെടുത്തുന്നതാണ്. പഠിച്ചോനെ അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മളൊക്കെ നാളെ ഒരു സ്വർഗത്തിൽ ഇതേപോലെ നമുക്ക് ഖുർആന്റെ ഈ ഒരു പിന്നെ അസ്വാബുകളായിട്ട് അവിടെ ഇത് ചർച്ച ചെയ്യാൻ നമുക്കൊക്കെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ ഉള്ള അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അത് ആ ഒരു ഹിദായത്തോടു കൂടി ഇവിടുന്ന് വിട പറയാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഒരു റഹ്മത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് കഴിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി സ്വർഗത്തിലെ കഫൻ പുടവ പൊതിഞ്ഞിങ്ങേറ്റ് പോകാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.